ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നെറ്റിൻ്റെ സിലബസിനെ കുറിച്ചാണ്. അതായത് നെറ്റ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ മാർച്ച് 2 നെറ്റ് അപ്ലൈ ചെയ്യാനുള്ള 2021 മാർച്ച് 2 നെറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നെറ്റ് അപ്ലൈ ചെയ്യാനുള്ള NTA നെറ്റ് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ മിനിമം PG എത്തുക എന്നുള്ളതാണ്. അല്ലെ, PG പഠിക്കുമ്പോൾ സമയത്ത് അപ്പിയർ ചെയ്യുന്ന സമയത്ത് തന്നെ നെറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും, നെറ്റ് ക്വാളിഫൈഡ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ സിലബസ് എന്താണെന്ന് നമുക്കറിയണം. അല്ലെ, പേപ്പർ 1 എന്നുള്ളത് ജനറൽ പേപ്പർ ഉണ്ട് നമുക്കറിയാം, അതുപോലെ പേപ്പർ 2 ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് എക്സാം ഒക്കെ നടക്കുന്നതൊക്കെ നമുക്കറിയാം. മുമ്പൊക്കെ ആണെങ്കിൽ ജനറൽ പേപ്പർ, അതുപോലെ പേപ്പർ 1 ജനറൽ പേപ്പറായിട്ട്, അതുപോലെ പേപ്പർ 2 ഉണ്ടായിരുന്നു, പേപ്പർ 3 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പേപ്പർ 1ഉം പേപ്പർ 2ഉം മാത്രമേ ഉള്ളൂ, ഒരുമാതിരി സെറ്റ് എക്സാം പോലെ. അപ്പോൾ അതിൻ്റെ സിലബസ് എന്താണെന്ന് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എക്സാം മെയ് മാസം തന്നെയാണ് ഉണ്ടാവുക എന്നാണ് നിലവിലുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇക്കായി 1 അല്ലേ, അപ്പോൾ ഇതിൽ ഇക്കായി 1ൽ എന്തൊക്കെ വരുന്നു? ഹിന്ദി ഭാഷ और उसका विकास. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്? ഹിന്ദിക്ക് ഐതിഹാസിക പൃഷ്ഠഭൂമി, അതിൻ്റെ ഉള്ളിൽ പ്രാചീന ഭാരതീയ ആര്യഭാഷായും മധ്യകാലീൻ ഭാരതീയ ആര്യഭാഷായും, അതിൻ്റെ ഉള്ളിൽ വരുന്നത് പാലി, പ്രാകൃത്, ശൗരസേനി, അർദ്ധമാഗധി, मागधी, अपभ्रंश और उनकी विशेषताएं. अपभ्रंश अवहट्ट और पुरानी हिंदी का संबंध, आधुनिक भारतीय आर्य भाषाएं और उनका वर्गीकरण. അതൊക്കെ ഭാഷയെക്കുറിച്ചാണ് കൂടുതൽ വരുന്നത് അല്ലേ. ഹെഡിങ് തന്നെ ഹിന്ദി ഭാഷ ഉസ്ക വികാസ് എന്നാണ് അല്ലേ. അപ്പം നമുക്ക് കാര്യമായിട്ട് പഠിക്കേണ്ടത് അപഭ്രംശ് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പാലിയുണ്ട്, പ്രാകൃതമുണ്ട്. പ്രാകൃതൻ്റെ ഉള്ളിൽ വീണ്ടും അതിൻ്റെ കുറച്ച് ഡിവിഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ എന്തൊക്കെയാണ്? ഹിന്ദിക്ക ഭൗഗോളിക വിസ്താർ അല്ലേ, ഹിന്ദി ലാംഗ്വേജിൻ്റെ ഭൗഗോളിക വിസ്താർ. അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഹിന്ദിക്ക് ഉപഭാഷായം. ഹിന്ദിക്ക് ഉപഭാഷായതിൻ്റെ ഉള്ളിൽ 5 ഉപഭാഷകളുണ്ട് അറിയാം അല്ലേ. പശ്ചിമി ഹിന്ദി, പൂർവി ഹിന്ദി, രാജസ്ഥാനി, ബിഹാരി തഥാ पहाड़ी वर्ग और उनकी बोलियाँ. खड़ी बोली व्रज और അവധി की വിശേഷതായും അല്ലേ. അതിൽ പശ്ചിമി ഹിന്ദീൻ്റെ ഉള്ളിലാണ് ഈ ഖടി ബോലിയും വ്രജും അവധിയൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഹിന്ദിക്ക് വിവിധ രൂപം അല്ലേ, ഹിന്ദിയുടെ വിവിധ രൂപങ്ങൾ അതേതൊക്കെയാണ്? ഹിന്ദി, ഉറുദു, ദഖിനി, ഹിന്ദുസ്ഥാനി. പിന്നെ വരുന്നത് എന്താണ്? ഹിന്ദിക്ക് ഭാഷിക സ്വരൂപ്, ഹിന്ദിക്ക് സ്വനിം വ്യവസ്ഥ, ഖണ്ഡി और खंडेतर, ഹിന്ദി ധ്വനിയോं के वर्गीकरण का आधार, ഹിന്ദി ശബ്ദരചന, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഉപസർഗ്, പ്രത്യയ, സമാസ്. ഹിന്ദിക്ക് രൂപരചന, അതിൻ്റെ ഉള്ളിൽ ലിംഗ, വചന और कारक व्यवस्था के संदर्भ में संज्ञा, സർവനാമ, വിശേഷണ और ക്രിയാരൂപ്. ഹിന്ദി വാക്യ രചന, ഹിന്ദി ഭാഷ പ്രയോഗ വിവിധ രൂപ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് ബോലി, മാനക ഭാഷ, രാജഭാഷ, രാഷ്ട്രഭാഷ और संपर्क ഭാഷ, संचार माध्यम और हिंदी, कंप्यूटर और हिंदी, हिंदी की संवैधानिक स्थिति, ദേവനാഗരി ലിപി, വിശേഷതായം और മാനകീകരണം. ഇത്രയുമാണ് ഇക്കായി 1ൽ ചോദിക്കുന്നത്. ഹിന്ദി ഭാഷ ഉസ്ക വികാസം എന്നുള്ള അതിൻ്റെ ഉള്ളിൽ ആ ഒരു ടോപ്പിക്കിനുള്ള ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്തത് ഇക്കായി 2 ആണ്. ഇക്കായി 2ൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്നാണ് ടോപ്പിക്ക്. അതിൻ്റെ ഉള്ളിൽ വരുന്ന കുഞ്ഞു ടോപ്പിക്കുകൾ എന്തൊക്കെയാണ്? ഹിന്ദി സാഹിത്യ ഇതിഹാസ ദർശൻ, ഹിന്ദി സാഹിത്യ के ഇതിഹാസ ലേഖൻ की पद्धतियाँ, ഹിന്ദി സാഹിത്യ का കാലവിഭാജൻ और നാമകരൺ. ഹിന്ദി സാഹിത്യ का കാലവിഭാജൻ और നാമകരൺ എന്നുള്ളത് നമുക്ക് അറിയാം അല്ലേ. ഓരോ കാലഘട്ടമായിട്ട് ഹിന്ദിനെ, അതായത് ആദ്യകാല്, ഭക്തികാല് അല്ലേ, മധ്യകാലം വീണ്ടും തരംതിരിച്ചാൽ മധ്യകാലം, ഭക്തികാലം, രീതികാലം എന്നുള്ളത്. പിന്നെ ആധുനികാലം വീണ്ടും തരംതിരിക്കുന്നുണ്ട് അല്ലേ. ഭാരതേന്ദു അല്ലേ, അങ്ങനെ 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 വരുന്നുണ്ട്. അപ്പം അതിനുള്ളിൽ വരുന്നത് ആദ്യകാലത്തി വിശേഷതായവ സാഹിത്യക പ്രവൃത്തിയാം, രാസോ സാഹിത്യ, ആദികാലി हिंदी का जैन साहित्य, सिद्ध और नाद साहित्य, अमीर खुसरो की हिंदी कविता, विद्यापति और उनकी पदावली तथा लौकिक साहित्य. പിന്നെ ഭക്തികാല്, भक्ति आंदोलन के उदय के सामाजिक सांस्कृतिक कारण, भक्ति आंदोलन का अखिल भारतीय स्वरूप और उसका अंतर प्रादेशिक वैशिष्ट्य. भक्ति काव्य की सामाजिक सांस्कृतिक पृष्ठभूमि, आलवार संत भक्ति काव्य के प्रमुख संप्रदाय और उनका वैचारिक आधार, निर्गुण सगुण कवि और उनका काव्य. പിന്നെ വരുന്നത് രീതികാല് അല്ലേ. രീതികാലുള്ള എന്തൊക്കെ വരും? സാമാജിക സാംസ്കൃതിക പൃഷ്ഠഭൂമി, രീതികാലയ്ക്ക് പ്രമുഖ പ്രവൃത്തിയാം, അതിൻ്റെ ഉള്ളിൽ രീതിബദ്ധ, രീതിസിദ്ധ, രീതിമുക്ത.
രീതി കവിയോं का ആചാര്യത്വ, രീതികാൽ के प्रमुख कवि और उनका काव्य. പിന്നെ വരുന്നത് ആധുനിക കാലം. ആധുനിക കാലിൽ ഹിന്ദി गद्य का उद्भव और विकास, भारतेंदु पूर्व हिंदी गद्य, 1857 की क्रांति और सांस्कृतिक पुनर्जागरण, भारतेंदु और उनका युग, पत्रकारिता का आरंभ और 19वीं शताब्दी की हिंदी पत्रकारिता, आधुनिकता की अवधारणा. പിന്നെ വരുന്നത് भारतेंदु युग കഴിഞ്ഞാൽ പിന്നെ द्विवेदी युग. द्विवेदी युगिൽ വരുന്നത് महावीर प्रसाद द्विवेदी और उनका युग, हिंदी नवजागरण और सरस्वती सरस्वती पत्रिका. राष्ट्रीय काव्यधारा के प्रमुख कवि, स्वतंत्रवाद और उसके प्रमुख कवि. ഇത്രയാണ് द्विवेदी युगം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പിന്നെ छायावाद काव्य की प्रमुख विशेषताएं, छायावाद के प्रमुख कवि, प्रगतिवाद की अवधारणा, प्रगतिवादी काव्य और उसके प्रमुख कवि, प्रयोगवाद और नई कविता के कवि, समकालीन कविता. വർഷ 2000 തക്ക് അല്ലേ, അതായത് 2000 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. സമകാലീൻ സാഹിത്യക പത്രകാരിത. 2000 ശേഷം ഒരുപാട് സാഹിത്യം ഹിന്ദിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും നമ്മൾ നോട്ട് ചെയ്യേണ്ടതില്ല. 2000 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ഹിന്ദി സാഹിത്യക്ക് ഗദ്യവിധായം. അതിൻ്റെ ഉള്ളിൽ ഹിന്ദി ഉപന്യാസിൻ്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്? ഭാരതീയ ഉപന്യാസിക്ക് അവധാരണ, പ്രേംചന്ദ് പൂർവ്വ ഉപന്യാസ്, പ്രേംചന്ദ് और उनका युग, പ്രേംചന്ദ് का പരിവർത്തി ഉപന്യാസകാർ, വർഷ 2000 തക്ക്. എല്ലാത്തിനും കൃത്യമായിട്ട് വർഷം പറഞ്ഞിട്ട് 2000 വരെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ, ശ്രദ്ധിക്കേണ്ടതുള്ളൂ എന്ന് അല്ലേ. അടുത്തത് ഹിന്ദി കഹാനി. ഹിന്ദി കഹാനിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഹിന്ദി കഹാനി का उद्भव और विकास, 20वीं सदी की हिंदी कहानी और प्रमुख कहानी आंदोलन एवं प्रमुख कहानीकार. नेक्स्ट हिंदी नाटक. हिंदी नाटक और रंगमंच विकास के चरण, भारतेंदु युग, प्रसाद युग, प्रसादोत्तर युग, स्वातंत्रोत्तर युग, साठोत्तर युग और नया नाटक, प्रमुख नाट्य कृतियां, प्रमुख नाटककार, വർഷ 2000 തക്ക് അല്ലേ. 2000 വരെയുള്ളതാണ് ഇവിടെയും പറയുന്നത്. ഹിന്ദി ഏകാംഗി, ഹിന്ദി രംഗമഞ്ച് और വികാസ് കെ ചരൺ, ഹിന്ദി കാ ലോക രംഗമഞ്ച്, നുക്കട് നാടകം. അപ്പോൾ ഇത്രയുമാണ് നാടകം എന്നുള്ള ആ ഒരു വിധയിൽ വരുന്നത്. നെക്സ്റ്റ് ഹിന്ദി നിബന്ധ. हिंदी निबंध का उद्भव और विकास, हिंदी निबंध के प्रकार और प्रमुख निबंधकार. नेक्स्ट हिंदी आलोचना. हिंदी आलोचना का उद्भव और विकास, समकालीन हिंदी आलोचना एवं उसके विविध प्रकार, प्रमुख ആലോചകർ. അപ്പോൾ ഇവിടെ 5 വിധകൾ, സാഹിത്യ വിധകളാണ് ഇവിടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഹിന്ദിക്ക് അന്യ ഗദ്യവിധയം, പ്രധാനപ്പെട്ട 5 വിധകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി അന്യ ഗദ്യവിധകൾ ഏതൊക്കെയാണ്? रेखाचित्र, संस्मरण, यात्रा साहित्य, आत्मकथा, जीवनी और रिपोर्टार्ज, डायरी. पिन्यो हिंदी का प्रवासी साहित्य, अवधारणा एवं प्रमुख साहित्यकार. അടുത്തത് ഇക്കായി 3യിൽ വരുന്നത് സാഹിത്യശാസ്ത്രങ്ങളാണ്. സാഹിത്യശാസ്ത്രം എന്ന് പറയുമ്പോൾ പൗരസ്ത്യ കാവ്യശാസ്ത്രം, അതായത് ഭാരതീയ കാവ്യശാസ്ത്രം, അതുപോലെ തന്നെ പാശ്ചാത്യ കാവ്യശാസ്ത്രങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. काव्य के लक्षण, काव्य हेतु और काव्य प्रयोजन, प्रमुख संप्रदाय और सिद्धांत, रस, अलंकार, रीति, ध्वनि, वक्रोक्ति और औचित्य. ഭാരതീയ കാവ്യ സമ്പ്രദായത്തിൽ അല്ലേ 6 പ്രധാനപ്പെട്ട സമ്പ്രദായങ്ങൾ വരുന്നുണ്ട് അല്ലേ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. രസവും അലങ്കാരം, രീതിയും, ധ്വനി, വക്രോക്തിയും, ഔചിത്യവും. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്? രസനിഷ്പത്തി, സാധാരണീകരണം. പിന്നെ വരുന്നത് ശബ്ദശക്തി, കാവ്യഗുണ്, കാവ്യദോഷ്. പിന്നെ പ്ലേറ്റോ ഒക്കെ കാവ്യസിദ്ധാന്തം അല്ലേ. പ്ലേറ്റോ ഒക്കെ കാവ്യസിദ്ധാന്തം പാശ്ചാത്യ കാവ്യസിദ്ധാന്തത്തിൽ വരുന്നതാണ് അല്ലേ. നെക്സ്റ്റ് അരസ്തോ, അനുകരണ സിദ്ധാന്തം, ത്രാസതി വിവേചൻ, വിരേചൻ സിദ്ധാന്തം. വേഴ്സ്വർത്ത് का काव्यभाषा सिद्धांत, कोलरिज कल्पना और फैंटेसी. टी.एस. एलियट निर्वैयक्तिकता का सिद्धांत, परंपरा की अवधारणा. आई.ए. रिचर्ड्स मूल्य सिद्धांत, संप्रेषण सिद्धांत तथा काव्यभाषा सिद्धांत, रूसी रूपवाद. नई समीक्षा, मिथग, फैंटेसी, കൽപ്പന, പ്രതീക്, ബിംബ്. അപ്പോൾ ഇത്രയാണ് സാഹിത്യം. അതായത് ഭാരതീയ കാവ്യശാസ്ത്രം ചോദിച്ചിട്ടുണ്ട്, പാശ്ചാത്യ കാവ്യശാസ്ത്രം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ അല്ലേ കാര്യങ്ങൾ? അപ്പോൾ അടുത്ത ഇക്കായി 4ൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? വൈചാരിക പൃഷ്ഠഭൂമി. അതിൻ്റെ ഉള്ളിൽ എന്താണ് വരുന്നത്? ഭാരതീയ നവജാഗരൺ और स्वाधीनता आंदोलन की वैचारिक पृष्ठभूमि. നെക്സ്റ്റ് ഹിന്ദി നവജാഗരൺ, खड़ी बोली आंदोलन, फोर्ट विलियम कॉलेज, भारतेंदु और हिंदी नवजागरण, महावीर प्रसाद द्विवेदी और हिंदी नवजागरण, गांधीवादी दर्शन, अंबेडकर दर्शन, लोहिया दर्शन, मार्क्सवाद, मनोविश्लेषणवाद, अस्तित्ववाद, उत्तर आधुनिकतावाद, अस्मितामूलक विमर्श, ദളിത്, സ്ത്രീ, ആദിവാസി ഏവം അല്പസംഖ്യക്. ഇത്രയൊക്കെയാണ് വൈചാരിക പൃഷ്ഠഭൂമിൻ്റെ ഉള്ളിൽ വരുന്നത്. അടുത്ത
ടോപ്പിക്ക് ഇക്കായി 5 ഹിന്ദി കവിതയാണ് വരുന്നത്. ഹിന്ദി കവിതയിൽ പൃഥ്വിരാജ് രാസോയിൽ ഏതാണ് പഠിക്കുന്നത് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രേവാതട് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ പൃഥ്വിരാജ് രാസോ മൊത്തം അങ്ങ് വായിച്ച് പഠിക്കേണ്ട ആവശ്യകതയില്ല. പൃഥ്വിരാജ് രാസോൻ പേര് ഒരുപാട് കാര്യങ്ങൾ, എത്രയോ അധ്യായങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട് അല്ലേ. നമുക്കറിയാം 69 സർഗ ഉണ്ട്, 69 സമയം അല്ലേ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയൊന്നും വേണ്ട. അതിൽ രേവാതട് എന്നുള്ള ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് വരുന്ന അമീർ ഖുസറോ, അതിലെന്താണ് വരുന്നത്, ഖുസരോക്കി പഹേലിയ മറു മുക്കരിയാം, അത് മാത്രം നമ്മൾ കവർ ചെയ്താൽ മതി. ബാക്കി കടല പോലെ പഠിക്കേണ്ട ആവശ്യകതയില്ല. നെക്സ്റ്റ് വിദ്യാവലിക്ക് പദാവലി, സമ്പാദക ഡോക്ടർ നരേന്ദ്ര ഝാ, പസംഖ്യ 1 to 25 അല്ലേ. അപ്പോൾ അതിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട് വിദ്യാപതിക്ക് പദാവലിയിൽ അല്ലേ, പേജ് നമ്പർ 1 മുതൽ 25 വരെയുള്ള ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത്രയും ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, അത്ര മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. കബീർ, സമ്പാദക ഹസാരി പ്രസാദ് ദ്വിവേദി, പദസംഖ്യ 160 to 209 അല്ലേ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന പേജിലെ ആ ഒരു ഇത് മാത്രമേ നമ്മൾ പഠിക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് ജായസി ഗ്രന്ഥാവലി, സമ്പാദക ആചാര്യ രാമചന്ദ്ര ശുക്ലാണ്. നാഗമതി വിയോഗ ഖണ്ഡ് മാത്രമാണ് ജായസി ഗ്രന്ഥാവലിയിൽ നമ്മൾ വായിക്കേണ്ടതുള്ളൂ. നെക്സ്റ്റ് സൂർദാസ്, അദ്ദേഹത്തിന് ഭ്രമർ ഗീത് സാറ്, സമ്പാദക രാമചന്ദ്ര ശുക്ല്, സംഖ്യ 21 തക്ക് അല്ലേ, 70 വരെ. അതായത് 21 പേജ് നമ്പർ 21 മുതൽ 70 വരെ മാത്രമേ നമ്മൾ ഭ്രമർ ഗീത് സാറ് വായിക്കേണ്ടതുള്ളൂ. തുളസീദാസ്, രാംചരിതമാനസ് ഉത്തരകാണ്ഡ്, രാംചരിതമാനസം എന്ന അതിൽ ഉത്തരകാണ്ഡം അല്ലെ, ആ രചനയിൽ ഉത്തരകാണ്ഡം മാത്രമേ നമ്മൾ നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. ബിഹാരി സസൈ, സമ്പാദക ജഗന്നാഥ് ദാസ് രത്നാകർ അല്ലേ. ദോഹ സംഖ്യ 1 to 50 അല്ലേ, അതായത് 1 മുതൽ 50 വരെയുള്ള ബിഹാരി സസൈയിലെ ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കവർ ചെയ്യേണ്ടതുള്ളൂ. ഖനാനന്ദ് കവിത്ത്, സമ്പാദക വിശ്വനാഥ മിശ്രാണ്. കവിത്വ സംഖ്യ 1 to 30 അല്ലേ. അപ്പോൾ 1 മുതൽ 30 വരെയുള്ള ആ പേജിലെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. മീര, സമ്പാദക വിശ്വനാഥ് ത്രിപാഠി, പ്രാരംഭ സെ 20 പദ് അല്ലേ, ആദ്യം മുതൽ ആദ്യത്തെ 20 പദ് മാത്രമേ നമ്മൾ മീരഭായിയുടേതായിട്ട് പഠിക്കേണ്ടതുള്ളൂ. അയോധ്യ സിംഗ് ഉപാധ്യായി ഹരിയോദ്, അദ്ദേഹത്തിന്റെ പ്രിയപ്രവാസം. നെക്സ്റ്റ് മൈഥിലി ശരൺഗുപ്ത്, ഭാരതി സാകേതിലെ നവം സർഗ് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ജയശങ്കർ പ്രസാദിന്റെ ഏതൊക്കെ കവിതകൾ നമ്മൾ നോക്കണം, ആസു, കാമായണി അല്ലെ. കാമായണി തന്നെ ഏതൊക്കെ നോക്കേണ്ടത്, ശ്രദ്ധയും ലജ്ജയും ഇടയും, ഈ 3 അധ്യായങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആസു എന്നുള്ളത് വളരെ ചെറിയൊരു കവിതയാണ് അല്ലേ. നെക്സ്റ്റ് നിരാലയുടെ ഏതൊക്കെ കവിതകളാണ് നമ്മൾ വായിക്കേണ്ടത്, അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് ക്ലിയറായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. യുഹിക്കി കലി അല്ലെ, അദ്ദേഹത്തിന്റെ ആദ്യത്തെ കവിത എന്ന് പറയും മുക്തക് ചന്ദിൽ എഴുതിയ കവിതയാണെന്ന് 1916 അല്ലെ. അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട് അല്ലെ. അപ്പൊ ഈ യുഹിക്കി കലി കവിത പഠിക്കണം. ജാഗോഫർ എക്ബാർ, സരോജ സ്മൃതി ഇല്ലേ. സരോജ സ്മൃതി എന്നുള്ളത് അദ്ദേഹത്തിന്റെ മകളെ കുറിച്ചുള്ള, സരോജത്തെ കുറിച്ചുള്ള സ്മൃതിയാണ് അല്ലെ. 1935 ഇറങ്ങിയ കവിത രചനയാണ് അല്ലെ. നെക്സ്റ്റ് രാം കി ശക്തി പൂജ, നെക്സ്റ്റ് കുഗർമുത്ത, ബാന്തോനാവ് ഇസ് ഠാവു ബന്ധു അല്ലെ. ഇത്രയും രചനകൾ മാത്രം നിരാലയുടെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് സുമിത്രാനന്ദൻ ബന്ദ്, അദ്ദേഹത്തിന്റെ പരിവർത്തൻ, അതുപോലെ പ്രഥം രശ്മി, ഈ 2 കവിതകൾ. നെക്സ്റ്റ് മഹാദേവി വർമ്മ, മീന് ബീഹു മേം തുമാരി രാഗിനി ബീഹു, मैं निर्भरी दुख की बदली, फिर विकल है प्राण मेरे, ये मंदिर का दीप इसे नीरव जलने दो, ദ്രുത ഛരോ ജഗത് കെ ജീർണപത്ര അല്ലെ. ഇത്രയും കവിതകൾ മാത്രമേ നമ്മൾ മഹാദേവി വർമ്മയുടേതായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് വൺ രാംധാരി സിംഗ് ദിനകർ, അദ്ദേഹത്തിന്റെ ഉർവശി തൃതീയ അങ്ക് അല്ലെ. ഉർവശി എന്ന അദ്ദേഹത്തിന്റെ രചനയിലെ 3ാമത്തെ ഭാഗം മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, കവർ ചെയ്യേണ്ടതുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് രശ്മിരതി, അദ്ദേഹത്തിന്റെ തന്നെ വേറൊരു രചനയാണ് രശ്മിരതി അല്ലെ, ഉർവശിയും രശ്മിരതിയും. നെക്സ്റ്റ് വൺ നാഗാർജുൻ, അദ്ദേഹത്തിന്റെ ഏതൊക്കെ രചനകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, കാളിദാസ്, ബാദൽ കോ ഖിർത്തെ ദേഖാ ഹെ, അകാൽ ഓർ ഉസ്കെ ബാദ്, ഖുർദരെ പയർ, ശാസൻ കി ബന്ദൂക്, മനുഷ്യഹു. ഇത്രയും രചനകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിടുകളയാം. അപ്പൊ എക്സാമിന് ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടോ. നെക്സ്റ്റ് വൺ സച്ചിദാനന്ദ് ഹീരാനന്ദ് വാസ്യായ് അഗ്യേയോ, അദ്ദേഹത്തിന്റെ ഏതൊക്കെ രചനകൾ, കളകി ബാജരേക്ക്, യ ദീപ് അകേല, ഹരി ഖാസ് പർ ക്ഷൺഭർ, അസാധ്യ വീണ, കിത്നി നാവോമൻ കിത്നി ബാർ. ഇത്രയും കവിതകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ നോക്കാം, ഭവാനി പ്രസാദ് മിശ്ര, അദ്ദേഹത്തിന്റെ ഗീത് ഫരോഷ്, സത്പുടാക്കെ, ജംഗൽ. നെക്സ്റ്റ് വൺ മുക്തിബോധ്, അദ്ദേഹത്തിന്റെ ഭൂൽഗൽത്തി, ബ്രഹ്മരാക്ഷസ്, അന്തേരേമെ. 3 കവിതകളാണ്. നെക്സ്റ്റ് ധൂമിൽ എന്തൊക്കെയാണ്, നക്സൽ വാടി, മോച്ചിറാം, അകാൽ ദർശൻ, റോട്ടി ഔർ സൻസദ്. ഇത്രയാണ് ധൂമിലിൻ്റെതായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ളത്. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ. അപ്പൊ അടുത്ത ഇക്കായി നമുക്ക് നോക്കാം. ഇക്കായി
ഛേ അല്ലേ, ആറാമത്തെ ഇക്കായി. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഏതൊക്കെ ഉപന്യാസം, ഏതൊക്കെ നോവലുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവണം അല്ലേ? ഇപ്പൊ പണ്ഡിത് ഗൗരി ദത്തിന്റെ ദേവറാണി ജേഠാനി കി കഹാനി, ആ ഒരു നോവൽ നമ്മൾ എന്ത് ചെയ്യണം, വായിച്ചിട്ടുണ്ടാവണം അല്ലെ? ഹിന്ദി ഉപന്യാസം ഏതൊക്കെയാണ് നോക്കിയത്. നെക്സ്റ്റ് വൺ ലാല ശ്രീനിവാസ് ദാസ്, അദ്ദേഹത്തിന്റെ പരീക്ഷാ ഗുരു. നെക്സ്റ്റ് പ്രേംചന്ദിന്റെ ഗോദാൻ. നെക്സ്റ്റ് അഗെയിന്റെ ശേഖറേക്ക് ജീവനി ഭാഗ് ഏക്ക് അല്ലെ? ഭാഗ് ദോയുണ്ട്, ഭാഗ് ഏക്കും ഉണ്ട്. അപ്പൊ ഭാഗ് ഏക്ക് മാത്രമേ നമ്മൾ കവർ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് വൺ ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ബാണഭട്ട് ആത്മകഥ. അടുത്തത് ഫണീശ്വർനാഥ് രേണുവിന്റെ മൈല ആഞ്ചല്, യശ്പാലിന്റെ ഛൂട്ടാ സച്ച്, അമൃതലാൽ നാഗറിന്റെ മാനസ്ക ഹംസ്, ഭീഷ്മ സഹനിയുടെ തമസ്, ശ്രീലാൽ ശുക്ലിന്റെ രാഗദർബാരി, കൃഷ്ണ സോബത്തിയുടെ സിന്ദഗി നാമ, മഞ്ഞു ഭണ്ഡാരിയുടെ അപ്ക ബണ്ടി, ജഗദീഷ് ചന്ദ്ര അദ്ദേഹത്തിന്റെ ധർത്തി ധൻ നാപ്ന. ഇത്രയും നോവലുകളാണ് ഇല്ല. എത്ര നോവലുകൾ വന്നു? 1 2 3 4 5 7 8 9 10 11 12 13 നോവലുകൾ അല്ലെ? 13 നോവലുകളാണ് ഇവിടെ നെറ്റ് എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇക്കായി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇക്കായി സാത്ത് അല്ലേ? ഇക്കായി സാത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹിന്ദി കഹാനി. ഏതൊക്കെ ഹിന്ദി കഹാനി നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആരുടേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാജേന്ദ്ര ബാലാഘോഷ് അല്ലേ, അവരുടെ ശരിക്കും പേര് ബംഗമഹിള അല്ലേ? അവരുടെ ഏത് കഥയാണ്? 2 കഥകൾ പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രദേവ് സെ മേരി ബാത്തേം, അതുപോലെ ദുലായി വാലി അല്ലേ? അതായത് ഫസ്റ്റ് കഥകളാന്ന് പറയാം അല്ലേ? പിന്നെ മാധവരാവ് സപ്രെ അദ്ദേഹത്തിന്റെ ഏക് ടോക്കരി ബർ മെട്ടി. നെക്സ്റ്റ് സുഭദ്രകുമാരി ചൗഹാന്റെ രാഹി. നെക്സ്റ്റ് പ്രേംചന്ദിന്റെ ഈദ്ഗാഹ് ദുനിയാക്ക അൻമോൽ രത്ന അല്ലേ? നെക്സ്റ്റ് രാജ രാധിക രമൺ പ്രസാദ് സിംഗിന്റെ കാനോമെ കങ്കണ. നെക്സ്റ്റ് ചന്ദ്രധർ ശർമ്മ ഗുലരി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കഹാനിയാണ് ഉസ്നെ കഹാഥ എന്നുള്ളത്, അതും. നെക്സ്റ്റ് ജയശങ്കർ പ്രസാദിന്റെ ആകാശദ്വീപ്. നെക്സ്റ്റ് ജൈനേന്ദ്രന്റെ അപ്ന അപ്ന ഭാഗ്യം. ഫണീശ്വർനാഥ് രേണുവിന്റെ തീസരി കസം, ലാൽ പാൻ കി ബേഗം. അഗേന്റെ ഗാംഗ്രീൻ, ശേഖർ ജോഷിയുടെ കോസിക്ക ഖഡ്വാർ, ഭീഷ്മ സാഹനിയുടെ അമൃത്സർ ആഗയാ ഹെ ചീഫ് കി ദാവത്, കൃഷ്ണ സോപത്തിയുടെ സിക്ക ബദൽ ഗയ, ഹർശങ്ക പ്രസാദിയുടെ ഇൻസ്പെക്ടർ മാതാദീൻ ചാന്ദ് പർ, ജ്ഞാനരഞ്ജന്റെ പിത, കമലേശ്വരന്റെ രാജ നിരവംസ്യ, നിർമ്മൽ വർമ്മയുടെ പരിന്തെ. ഇത്രയാണ് ഇക്കായി സാത്തില് അല്ലെ ഏതൊക്കെ കഹാനികൾ എന്നുള്ളതിൽ വരുന്നത്. ഇത്രയും കഥകളാണ് നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇക്കായി ആട്ട് അല്ലേ, 8ാമത്തെ ഭാഗത്ത് ഹിന്ദി നാടകങ്ങൾ. ഏതൊക്കെ ഹിന്ദി നാടകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടാവണമെന്ന് ക്ലിയർ ആയി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെ അന്തേർ നഗരി, അതുപോലെ ഭാരത ദുർദശ അല്ലെ? അന്തേർ നഗരി എന്നുള്ള ആ ഒരു നാടകത്തിനെ കുറിച്ച് ഓൾറെഡി ഞാൻ അതിന്റെ മലയാളം വേർഷൻ ഒരു വീഡിയോ ഇവിടെ അല്ലെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ. അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഇവിടെ ചേർക്കാം നിങ്ങൾക്കെല്ലാം, ബാക്കി കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ജയശങ്കർ പ്രസാദ് അദ്ദേഹത്തിൻ്റെ ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, ധ്രുവസ്വാമിനി. നെക്സ്റ്റ് ധർമ്മവീർ ഭാരതിയുടെ അന്തായുഗ്. നെക്സ്റ്റ് ലക്ഷ്മി നാരായൺ ലാലിൻ്റെ സിന്ദൂർ കി ഹോളി, മോഹൻ രാകേഷിൻ്റെ ആധേ അധൂരെ, ആഷാഢ് കാ ഏക് ദിൻ. ഹബീബ് തൻവീറിന്റെ ആഗ്ര ബാസാർ, സർവേശ്വർ ദയ സക്സേനയുടെ ബക്കരി, ശങ്കർ ശേഷിന്റെ ഏക്കർ ദ്രോണാചാരി, ഉപേന്ദ്രനാഥ് അസ്കിന്റെ അഞ്ചോ ദീദി, മഞ്ഞു ഭണ്ഡാരിയുടെ മഹാഭോജ്. ഇത്രയും നാടകങ്ങളാണ് നമുക്ക് നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ, ഹിന്ദി നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ മനസ്സിലാക്കി വെക്കേണ്ട അല്ല പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ, കവർ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത ഇക്കായി 9 എന്താണ് പറഞ്ഞത്? ഹിന്ദി നിബന്ധമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതിലെന്തൊക്കെയാണ് വരുന്നത്? ഭാരതേന്ദു, അതിലെ ഭാരതേന്ദുവിന്റെ നിബന്ധം ഏതൊക്കെയാണ്? ദില്ലി ദർബാർ ദർപ്പൺ, ഭാരത് വർഷോന്നതി, കൈസെ ഹോ സക്തി ഹെ. നെക്സ്റ്റ് പ്രതാപനാരായൺ മിശ്രന്റെ ശിവമൂർത്തി എന്നുള്ള ഹിന്ദി നിബന്ധ്. നെക്സ്റ്റ് ബാലകൃഷ്ണ ഭട്ടിന്റെ ശിവശംഭുക്കെ ചിട്ടെ എന്നുള്ള നിബന്ധ്. രാമചന്ദ്ര ശുക്ലിന്റെ കവിത ക്യാ ഹെ, സാരി പ്രസാദ് ദ്വിവേദിയുടെ നാക്യുൻ ക്യോം ബഡ്ത്തെ ഹെ, വിദ്യാനിവാസ് മിശ്രന്റെ മേരെ റാം കാ മുകുട് ബിഗ് രഹാ ഹെ എന്നുള്ള ഹിന്ദി നിബന്ധ്. അധ്യാപക് പൂർണ്ണസിംഹിന്റെ മസ്ദൂരി ഔർ പ്രേം, കുബേർനാഥ് റായുടെ ഉത്തര ഫാൽഗുനി കെ ആസ്പാസ്, വിവേകി റായുടെ ഉഠ് ജാഗ് മുസാഫിർ, നാംവർ സിംഗിന്റെ സംസ്കൃതി ഔർ സൗന്ദര്യം. ഇത്രയും ഹിന്ദി നിബന്ധമാണ് നമ്മൾ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം നെക്സ്റ്റ് ലാസ്റ്റ് ഇക്കായി 10 ഇക്കായിയാണ് ടോട്ടൽ നെറ്റ് എക്സാമിന് പറഞ്ഞ സിലബസിൽ പറയുന്നുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഇക്കായിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആത്മകഥയും ജീവനിയും അതുപോലെ മറ്റ് ഗദ്യവിധങ്ങളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാമവൃക്ഷ ബേനിപുരിയുടെ മാട്ടി കി മൂരതെ, മഹാദേവി വർമ്മയുടെ ടക്കുരി ബാബ, തുളസിരാമന്റെ മുർദഹിയ, ശിവറാണി ദേവിയുടെ പ്രേംചന്ദ് ഖർമെ, മഞ്ഞു ഭണ്ഡാരിയുടെ ഏക് കഹാനി യബി, വിഷ്ണു പ്രഭാകറിന്റെ ആവാര മസീഹ.
ഹരിവംശ റായ് ബച്ചൻ്റെ ക്യാ ബോലും ക്യാ യാദ് കരും, രമണിക ഗുപ്തയുടെ ആപഹുദരി അല്ലേ. നെക്സ്റ്റ് ഹരിശങ്കർ പ്രസാദിയുടെ ബോലാറാം കാ ജീവ്, കൃഷ്ണചന്ദ്രന്റെ ജാമുൻ കാ പേട്, ദിനകറിന്റെ സംസ്കൃതിക 4 അധ്യായം, മുക്തിബോധന്റെ ഏക് ലേഖക് കി ഡയറി, രാഹുൽ സാങ്കത്തേന്റെ മേരി തിബത്ത് യാത്ര, അഗേന്റെ അരെ യായാവർ രഹേഗ യാദ്. അപ്പം ഇത്രയുമാണ് നെറ്റിന് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കവർ ചെയ്യേണ്ട ഭാഗങ്ങൾ. ഇത്രയാണ് സിലബസിൽ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ തീർച്ചയായും ഇതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ സിലബസ് നിങ്ങളോട് ഷെയർ ചെയ്തതിൽ നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇങ്ങനെ കാട്ടടിച്ച് നിങ്ങൾ അങ്ങനെ ഒരുപാട് പഠിക്കേണ്ടതില്ല. ആ സിലബസിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് മാത്രം നിങ്ങൾ വളരെ നന്നായി പ്രിപ്പയർ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നെറ്റ് ആൻഡ് GRF ലഭിക്കും. അപ്പം മുന്നോട്ടേക്ക് നിങ്ങൾക്ക് റിസർച്ചിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നെറ്റ് ക്വാളിഫൈഡ് ആയേ പറ്റുകയുള്ളൂ എന്നറിയാം അല്ലേ. വേറൊരു കോളേജിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഗസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട അല്ലെ, നെറ്റ് ക്വാളിഫൈഡ് ആവേണ്ട കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.